ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് അവർക്കും സ്വാഗതം. കറുത്തയാൾ ഇഞ്ചക്ഷൻ എടുത്താൽ ഉടൻ വെളുക്കുമെന്ന തത്വവുമായി തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ ജനങ്ങൾ ഉടലെടുക്കുന്നു. പല സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിനെ സമീപിച്ച് വീഡിയോയും പ്രചരിക്കുന്നു. സത്യാവസ്ഥ വിളിച്ചു ചോദിച്ച മൗലിക പൗരന് കിട്ടിയ മറുപടിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഞാനൊരു പരസ്യം കണ്ടിട്ട് വിളിക്കുകയാണ്. നിങ്ങൾ ആരും പേടിക്കാനും വേണ്ട. ഫുഡ് പോയിസൺ അടിച്ച് വയറിളകി കിടക്കണല്ല, വെളുക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ അടിച്ച് കിടക്കണം. ഇതാണ് മക്കളെ ഗ്ലൂട്ടാത്തൈൻ ഇഞ്ചക്ഷൻ. ഗ്ലൂട്ടാത്തൈൻ ഇഞ്ചക്ഷൻ എടുത്താണ്ടല്ല സ്കിന്നും ഹെയറും എല്ലാം നല്ല സെറ്റ് ആവും. ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉള്ള റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഗ്ലൂട്ടാത്തൈൻ. ഗ്ലൂട്ടാത്തൈൻ IV എടുക്കുന്നത് വൈറ്റനിങ് അല്ല, ബ്രൈറ്റനിങ്ങിന് വേണ്ടി. 10 ദിവസം ഒരു കിടില ഓഫർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. എന്ത് മറക്കണ്ട, ഡിസംബർ ലാസ്റ്റ് വരെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. അപ്പൊ ഇതേപോലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ നമ്മുടെ ശരീരത്തിന് വേറെ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവൂലേ? ഇല്ല സാർ, സൈഡ് എഫക്ട് അങ്ങനെയൊന്നും വരുന്നില്ല. അതിന് മുമ്പ് ടെസ്റ്റ് ഡോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുന്നത്. എന്തെങ്കിലും അങ്ങനെ വന്നു പോയാൽ? ഇല്ല സാർ, ഉറപ്പുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത് ഞങ്ങൾ, അല്ലാതെ നമ്മൾ അങ്ങനെ വിളിക്കൂലല്ലോ. അല്ല, അങ്ങനെ ഇപ്പൊ ഒരാളെ ഞാനിപ്പോ കറുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് വെളുക്കണം. അപ്പോഴത്തെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് വെളുക്കാൻ പറ്റും? ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ മാഡം. ഞാനിപ്പോ കറുത്തിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പെട്ടെന്ന് വെളുക്കണം, എന്താണ് അതിന്റെ മാർഗം? അങ്ങനെയാണെങ്കിൽ അത് കൺസൾട്ട് ചെയ്യുക. കാരണം ഡോക്ടേഴ്സിനെ സാറിന്റെ സ്കിൻ ടോണും സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കിയിട്ട് ഏത് ട്രീറ്റ്മെന്റാ വേണ്ടതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഗ്ലൂട്ടാത്തൈൻ ആണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സാറിന്റെ ടെസ്റ്റ് ഡോസ് എടുത്തിട്ടേ ട്രീറ്റ്മെന്റ് എടുത്ത് തരത്തുള്ളൂ. വേറെ സൈഡ് എഫക്ട് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സൈഡ് എഫക്ട് അതാണ് പറഞ്ഞ സാറ് ടെസ്റ്റ് ഡോസ് എടുക്കും. സോഷ്യൽ മീഡിയയിൽ ഒരു പയ്യൻ കിടന്ന് ചെയ്യുന്നത് കണ്ടോണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കണ്ടോണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചത്. മുഖം വെളുത്തതായിട്ടൊക്കെ ഞാനും കണ്ടു. അതാണ്. അപ്പൊ അത് ഞാനും കറുത്ത ആളാണ്. അപ്പൊ വെളുക്കാനായിട്ടുള്ള മാർഗമാണോ ഇതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ സാർ, അതാണ് സാർ. അത് ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ടൈപ്പ് ആണ് സാർ. ഞാൻ പറയുന്നത് കേൾക്കുക. അത് ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ടൈപ്പ് ആണ്. അപ്പൊ സാറിന് ഡോക്ടേഴ്സ് കാണുമ്പോഴാണ് അവർക്ക് പറയാൻ പറ്റുന്നത്. കാരണം സാറിന് ഏത് ട്രീറ്റ്മെന്റ് എടുത്താലാണ് ഒരു ബ്രൈറ്റനിങ് ബോഡി വരികയെന്നുള്ളത്. നോർമലി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂട്ടാത്തൈൻ ആണ്. അതിന് ഈ ഗ്ലൂട്ടാത്തൈൻ എടുക്കുന്നതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട് സാർ. 60 കിലോ വേണം. അതിൽ കുറവായാലും കുഴപ്പമില്ല. ബേസിക് 60 ആണ്. കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡോസേജ് ബോഡിക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു ഇതില്ല അല്ലേ? എന്താണ് സാർ? നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയി അല്ലേ? നിങ്ങൾ ആരും പേടിക്കാനും വേണ്ട. ഫുഡ് പോയിസൺ അടിച്ച് വയറിളകി കിടക്കണല്ല, വെളുക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ അടിച്ച് കിടക്കണം. ഇതാണ് മക്കളെ ഗ്ലൂട്ടാത്തൈൻ ഇഞ്ചക്ഷൻ. ഗ്ലൂട്ടാത്തൈൻ ഇഞ്ചക്ഷൻ എടുത്താണ്ടല്ല സ്കിന്നും ഹെയറും എല്ലാം നല്ല സെറ്റ് ആവും. ഒരുപാട് ഭാഗ്യപരീക്ഷണം കൊണ്ട് നമുക്ക് വെളുക്കാം അല്ലേ? അതെ, അത് ഓരോ സെക്ഷൻ വൈസാണ്. ഒരെണ്ണം ചെയ്ത് 4 ദിവസം 8 ദിവസം കഴിഞ്ഞിട്ട് അടുത്തത് ഉടനെ ചെയ്തിരിക്കണം അല്ലേ? അപ്പൊ ഒരു ഭാഗ്യപരീക്ഷണം അനുസരിച്ച് ഞങ്ങൾക്ക് വെളുക്കാം അല്ലേ? നല്ലപോലെ കളറാവാം. ഓക്കെ, അതെ, ഒരു ഭാഗ്യപരീക്ഷണം നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. നോർമലി എല്ലാരും ചെയ്യുന്നതാണ്. അതെ, ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അവരെല്ലാവരും അവരുടെ ടെസ്റ്റ് ഡോസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അലർജീസ് ഉള്ളവർ അത് ചെയ്യില്ല. പകരം ഓക്സിജനോ എന്നുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് എടുക്കുന്നത്. അലർജി ഇല്ലാത്തവരാണ് ഇതുപോലുള്ള ഗ്ലൂട്ടാത്തൈൻ ചെയ്യുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവോ? ഇല്ല സാർ, അങ്ങനെ ഭാവിയിൽ എന്താ സാർ ദോഷം? നമ്മുടെ ഇപ്പൊ ഒരു ജീവിതം എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കൊരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ജീവിതം അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോഴേ. അപ്പം ഭാവി എന്ന് പറഞ്ഞാൽ കാരണം ഇന്നത്തെ ആ ഒരു നമ്മുടെ കേരളത്തിലെ നിലയും എല്ലാം വെച്ച് നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും എടുത്തവർക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ടില്ലല്ലോ. സാർ ആരും വരുന്നുണ്ടെങ്കിൽ വന്ന് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ട് സാറിന് ഓക്കെ ആണെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാകും. അങ്ങനെയാണ്. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലേ? അതെ സാറിന്റെ ബില്ലിംഗ് ആണെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാകും. കാരണം സാറിന്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് കൺസൾട്ട് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനെങ്ങനെയാണ് ചാർജ് ഈടാക്കുന്നത്? എങ്ങനെയാണ് അത്? ആദ്യമായിട്ട് വരുന്നതിന് 300 രൂപ കൺസൾട്ടേഷൻ. 300 രൂപ നമ്മൾ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി അടയ്ക്കണം. അത് കഴിഞ്ഞ് ഡിസംബർ ലാസ്റ്റ് വരെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. 50% ഓഫേ ഉള്ളൂ ബാക്കിയുള്ള സർവീസിന്. എനിക്കൊന്ന് വെളുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രയാണ് അതിന്റെ ചാർജ്? എത്രയാണ്? അതിന്റെ ഓരോ സെക്ഷൻ വൈസാണ്. ഒരു മിനിമം ആയിട്ട് ഒരു മാനിറത്തിൽ ഇരിക്കുന്ന ഒരാളിന് സാധാരണ ഒരു വൈറ്റ്നസ് ആക്കി എടുക്കണം. അപ്പൊ അതിന് എത്രയാവും? ഒരു മിനിമം ആയിട്ടുള്ള ചാർജ് എത്രയാവും? മിനിമം 6 ഡോസ് എടുക്കണം. 6 ഡോസ്. ഒരു ഡോസിന്റെ റേറ്റ് എത്ര? 4000 രൂപയാണ് വരുന്നത്. 50% ഓഫറിലാണ് ഇവിടെ ഗ്ലൂട്ടാത്തൈൻ കൊടുക്കുന്നത്. വെറും 4000 രൂപ ഉള്ളൂ. അതുപോലെ കാർബൺ ഫേഷ്യലിന് ഇവിടെ ഓഫർ ഉണ്ട്. 50% 3500 കൊടുത്താൽ മതി. 24,000 രൂപയോളം വരും അല്ലേ? അതെ സാർ, അതെ. ഓക്കെ. അപ്പൊ അവിടെ വന്നാൽ കാണാൻ പറ്റുമല്ലോ. ഗ്ലൂട്ടാത്തയോൺ എടുത്ത് വെളുക്കാനിറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഇഞ്ചക്ഷൻ ഒരു മനുഷ്യനിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ? ഇതിനുവേണ്ടി എന്തെങ്കിലും ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.